40 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോയത്. പഠിത്തം കഴിഞ്ഞിട്ടും പല കാരണങ്ങളാൽ അവിടെ നല്ലൊരു ജോലി ശരിയായില്ല. തങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും ചെലവാക്കി എന്നെ അമേരിക്കയിലേക്ക് അയച്ച എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റാതായി. പകരം ഞാൻ അമേരിക്കയിൽ പട്ടിണി കിടക്കാതിരിക്കാൻ അവർ പറ്റുന്ന പോലെയൊക്കെ എനിക്ക് പണം അയച്ചു തന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അച്ഛന് സുഖമില്ലാതെ കിടപ്പിലായപ്പോഴാണ് എനിക്ക് അമേരിക്ക എന്ന സ്വപ്നം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നത്. ഇപ്പോൾ ജോലിയില്ല, സമ്പാദ്യവുമില്ല, പോരാത്തത് 40 ലക്ഷം രൂപ കടവും. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് റെഡിറ്റിൽ പങ്കുവെച്ച ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്ന ഒരു കുറിപ്പാണിത്. സത്യത്തിൽ ഇത് അയാൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമാണ്? ഒരിക്കലുമല്ല. ഇതുപോലെ വിദേശത്ത് നല്ലൊരു കരിയർ എന്ന സ്വപ്നവുമായി പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ഇതേ അവസ്ഥ നേരിടുന്നു. പക്ഷെ ഇപ്പോൾ പഠനാവശ്യത്തിനായി എടുക്കുന്ന ലോൺ തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കായിരിക്കും കൂപ്പുകുത്തുക. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുക? എന്തായാലും ഈ വിദേശ പഠനം എന്ന് പറയുന്നത് ഇച്ചിരി ചെലവ് പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ലോൺ എടുക്കാതെ പറ്റില്ല. പക്ഷെ അങ്ങനെ ലോൺ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ വർക്ക് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ലോൺ മോസ്റ്റ്ലി കവർ ചെയ്യുന്നത് നമ്മുടെ ട്യൂഷൻ ഫീ, അക്കോമഡേഷൻ, ബുക്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എക്സ്പെൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് നമുക്ക് ഇത്തരത്തിലൊരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി സഹായം തേടും. ലോൺ അപ്രൂവ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ബാങ്ക് നേരിട്ട് ലോൺ എമൗണ്ട് കൈമാറും. ബാങ്ക് യൂഷ്വലി മൊറട്ടോറിയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് മിക്കവാറും കോഴ്സിന്റെ ഡ്യൂറേഷൻ പ്ലസ് ഒരു 6 months അല്ലെങ്കിൽ 1 year അങ്ങനെയൊക്കെയാണ്. ആ മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ലോൺ അടച്ചു തുടങ്ങിയാൽ മതി. ഇങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ പൊതുവേ ഉള്ള ഒരു സെറ്റപ്പ്. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ലോൺ എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ശരിയായി കിട്ടിയാൽ മതി എന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകളുമുണ്ട്. കാശ് കുറവാണെന്ന് കരുതി ഏതെങ്കിലും ഒരു ലോ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി തലവെക്കുക. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പൊതുവെ കുറവായിട്ടുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ ധൃതിയിൽ ലോൺ അഗ്രിമെന്റിലെ ചില ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മിസ്സാക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ തെറ്റുകളിൽ പെടുന്നവയാണ്. പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള രാജ്യം ഏതായിരിക്കും, അവിടുത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതായിരിക്കും, ഇതുപോലെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുക? ആദ്യം തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മുടക്കവും വരുത്താതെ തിരിച്ചടക്കാൻ നമ്മൾ പൂർണ്ണ ബാധ്യസ്ഥരാണ്. സോ ആ കാര്യത്തിൽ ഒരു ഒഴിവും വിചാരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇൻകം നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ അത് മറ്റു കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ നമ്മുടെ ലോണിന്റെ ആക്സിലറേറ്റഡ് റീപേയ്മെന്റിനായി ഉപയോഗിക്കുക. പിന്നെ ലോൺ എടുക്കുമ്പോഴേ നമുക്ക് പറ്റിയ ടേംസോട് കൂടിയ ലോണാണ് നമ്മൾ എടുക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആൻഡ് ആ ടേംസിനനുസരിച്ച് നമ്മുടെ റീപേയ്മെന്റ് സ്ട്രാറ്റജി നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുമുണ്ട്. ഇനി അഥവാ നമ്മൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ലെൻഡറിൽ നിന്നും നമ്മൾ ആ വിവരം മറച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് എത്രയും പെട്ടെന്ന് അവരെ അത് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻകം ഡ്രിവൺ റീപേയ്മെന്റ് പ്ലാൻസോ ഡിഫേർമെന്റ് ഒക്കെ പോലെയുള്ള ഓപ്ഷൻസ് നമുക്ക് അന്നേരം നോക്കാവുന്നതാണ്. പിന്നെ നേരത്തെ തന്നെ നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ബാങ്കിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും ആവശ്യമുള്ള അത്ര പണം മാത്രം ലോണായി സ്വീകരിക്കുക. ചെലവ് കുറച്ച് തന്നെ ജീവിക്കുക. സ്കോളർഷിപ്സിന്റെയും ഇന്റേൺഷിപ്സിന്റെയും ഒക്കെ സഹായത്തോടെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക. അങ്ങനെ ലോൺ റീപേയ്മെന്റ് പറ്റുന്നതും നേരത്തെ തന്നെ തുടങ്ങി വെക്കുക. എന്തായാലും ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് ഒരു റിസ്ക് പിടിച്ച സംഗതി തന്നെയാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിന് ഫിനാൻഷ്യൽ ബേർഡൻ വരുത്തി വെക്കാതെ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ്. ആൻഡ് പ്രോപ്പർ പ്ലാനിങ്ങും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ.